മക്കളെ, രോഗസൗഖ്യ പ്രാർത്ഥനയാണ്. ജീവിത ദുരിതങ്ങൾക്കെതിരെയുള്ള ദൈവിക ശാസന പ്രാർത്ഥനയും വിടുതൽ പ്രാർത്ഥനയുമാണ്. സന്തോഷത്തോടെ എഴുന്നേൽക്കുക എല്ലാവരും. പ്രാർത്ഥിച്ചവർ എഴുന്നേൽക്കുക മക്കളെ. ഏറ്റവും മർമ്മപ്രധാനമായ ദൈവിക സ്പർശനത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരികയാണ്. കർത്താവേ, ഞാൻ അങ്ങയോട് തിരുസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു ഈശോ. അനേകം സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും അങ്ങയുടെ തിരുസന്നിധാനത്ത് മക്കള് വേദനയോടെ എത്തിച്ചേർന്നിരിക്കുന്നു. അനേകം രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിലും യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും അങ്ങയുടെ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു മക്കളെ. അവരെല്ലാവരും ആയിരക്കണക്കിന് മക്കളെ നീ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. കർത്താവ് അവർക്കെല്ലാം ഈ അൾത്താരയിൽ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവേ ആലോചന നൽകണമേ, അനുഭവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യത്തെ നീ ഇപ്പോഴും പ്രകടമാക്കണമേ കർത്താവേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. ഓ മരണത്തെ ജയിച്ചവനെ, ഓ മരണത്തെ ജയിച്ചവനെ, ഓ ജീവനെ പുനരുദ്ധരിച്ചവനെ, നിന്റെ വിജയശക്തി, ദൈവിക ശക്തി മക്കളുടെ അഭിഷേകം ചെയ്യണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. യേശു സ്വതമനെ കർത്താവേ, സന്ദേശം തരണേ കർത്താവ്. കർത്താവേ, സന്ദേശം തരണേ കർത്താവേ. കർത്താവേ, സന്ദേശം തരണേ കർത്താവേ. ഉത്ഥാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉത്ഥാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മക്കളെ, അനുഗ്രഹം ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലേക്കും പരിശുദ്ധ അമ്മയുടെ നിങ്ങൾ ഓർക്കേണ്ട ഇതാണ്. കൃപാസനത്തിൽ ആരാധന നടക്കുമ്പോൾ ജീവനുള്ള അമ്മ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് നിൻ്റെ ഉടമ്പടി വിഷയങ്ങൾക്കെല്ലാം ഉടമ്പടി ചെയ്യാത്തവനാണ് നീയെങ്കിലും അമ്മ പ്രത്യക്ഷപ്പെട്ട മണ്ണിൽ എത്തിച്ചേരുമ്പോൾ അമ്മയാണ് നിൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതുണ്ടെങ്കിൽ നിൻ്റെ വിഷയത്തിൻ്റെ മേൽ അമ്മയ്ക്ക് തീരുമാനമുള്ളത് കൊണ്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവവേദനെ ശക്തമായ സ്തുതിയുടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അസ്ഥികളിങ്ങനെ ദ്രവിക്കുകയും കൈകാലുകളുടെ ബലങ്ങൾ കുറയുകയും ചെയ്യുന്ന വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൂർണ്ണമായി. വിശുദ്ധ സെബസ്ത്യാനോസിന് നിങ്ങൾ നേർച്ച നേർന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ വലത് കാലിന് തുടയുടെ പുറകുഭാഗം എപ്പോഴും ഇങ്ങനെ തടിച്ച് കുരുക്കൾ വന്ന് പഴുത്ത്
രക്തം ഒലിച്ചങ്ങനെ ഇരിക്കും. അത് മാറണില്ല. ഇപ്പോഴും ഈശോ ഈ ആരാധനയിൽ ആ രോഗത്തെ പൂർണ്ണമായി സുഖപ്പെടുത്തിയിരിക്കുന്ന ഹല്ലേലൂയ. ആരാധന ഒരുമിച്ച് എല്ലാവരും ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. വയറിൻ്റെ അടിഭാഗം ഒരു ത്രികോണത്തിൻ്റെ വലിപ്പത്തിൽ ശ്രദ്ധിക്കുക. വയറിൻ്റെ അടിഭാഗം, നേരെ അടിഭാഗമല്ല, ഇടതുവശത്ത്, ഊടിൻ്റെ നേരെ ഇടതുവശത്ത് ഒരു ത്രികോണത്തിൻ്റെ സ്കാറിങ് മാർക്കുണ്ട്. എന്നിട്ട് ആ ത്രികോണത്തിൻ്റെ മുനയിൽ നിന്ന് രക്തം പൊടിയുന്ന അസുഖമുണ്ട്. ആ രക്തം പൊടിയുന്ന സ്ഥലങ്ങളിൽ തൊലിക്ക് കളർ വ്യത്യാസമുണ്ട്. അത് ഓപ്പറേഷൻ വേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറയുന്നത്. ആ രീതിയിൽ തന്നെയാണ് അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് ആ വ്രണത്തെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. ഉദ്ധാനം ചെയ്തവനെ ഹല്ലേലൂയ. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥി. കർത്താവായ ദൈവമേ, ഹൃദയ രോഗികളെ സ്പർശിക്കണമേ. ഹൃദയത്തിന്റെ വാൽവ് ചുരുങ്ങിയവരെയും ബ്ലോക്കുള്ളവരെയും യേശു നാമത്തിലെ സൗഖ്യപ്പെടുത്തുന്ന ദാനം ചെയ്തവരെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. നടുവേദനയെ കർത്താവ് സുഖപ്പെടുത്തുന്ന സന്ദേശമാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഇപ്പോഴേ കലശലായ നടുവേദന ഉള്ളവരെ രണ്ട് തരത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നടുവേദന ഉള്ളവരെ ഇപ്പം തന്നെ നടുവിനെ നിങ്ങൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അല്ലാത്തവർ വീട്ടിലുള്ളവരാണ് നടുവേദനയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങൾ ചെല്ലുമ്പോൾ ഇവിടെ സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ അവരുടെ നടുവേദന മാറിയിരിക്കും. സ്തുതിയുടെ ഹല്ലേലൂയ. നടുവേദനകളെ യേശുവിന്റെ നാമത്തില് മൂലകാരണങ്ങള് സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ചെവിയെ സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. ചെവിയെ സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. അതായത് അത് ഇടത് ചെവിയെയാണ്. ഇടത് ചെവിയെ സുഖപ്പെടുത്തുന്ന സന്ദേശമാണ് ഈശോ നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമയത്ത് ചെവി വേദനയുള്ളവരെല്ലാം, ചെവിക്ക് ഗുരുതരമായ തകരാറുകളുള്ളവരെ, കേൾക്കാൻ പാടില്ലാത്തവരോ, ചെവിക്ക് അകത്ത് പഴുപ്പുള്ളവരോ, എപ്പോഴും പഴുപ്പ് പുറത്തേക്ക് വരുന്നവരോ, ഇൻഫെക്ഷൻ ഉള്ളവരോ, ഇൻഫെക്ഷൻ മാറാത്തവരോ, എപ്പോഴും തലനീറിറങ്ങിയിട്ട് ചെവി വന്ന് കെട്ടിക്കിടന്നിട്ട് ചെവി കേൾവി കുറയുന്നവരോ, എല്ലാവരും ചെവിയെ തൊട്ട് പ്രാർത്ഥിക്കുക. ചെവി വേദന ഉള്ളവര്, വീട്ടിൽ ചെവി കേടുള്ളവര്, അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ഈശോ യേശുക്രിസ്തു ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കർണ രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോട്ടെ. ഹല്ലേലൂയ. രോഗമില്ല
കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട് ഈ പുണ്യ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി 2ാം തവണയും എന്നെ ഇവിടെ നിർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രിൻസി ജെൻറ്റിൻ. ഞാൻ അയർലൻഡിൽ നിന്ന് വരുന്നു. അമ്മയുടെ തിരുനടയിൽ എൻ്റെ 5ാമത്തെ ഉടമ്പടി പുതുക്കുവാനും സാക്ഷ്യം പറയുവാനും ജപമാല റാലിയിൽ പങ്കെടുക്കുവാനും വേണ്ടിയാണ് ഞാനിവിടെ ലീവ് ഈ ഒക്ടോബർ മാസത്തിലേക്ക് ചോദിച്ച് നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയത്. പരിശുദ്ധ അമ്മ ആദ്യമായി എനിക്ക് തന്നത് ഓൾറെഡി ഞാൻ സാക്ഷ്യപ്പെടുത്തിയിരുന്നു, എൻ്റെ OET വിജയവും അത് കഴിഞ്ഞ് അയർലൻഡിൽ ജോലി ലഭിച്ചതൊക്കെ. അതിനുശേഷം ഞാൻ അയർലൻഡിൽ ചെന്നപ്പോൾ എല്ലാ നഴ്സുമാർക്കും അറിയാം, അവിടെ നമ്മൾ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ചെയ്യണമെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. അതൊത്തിരി ടഫ് ഏറിയ എക്സാമാണ്. എന്നെ സംബന്ധിച്ചും അതൊരു കീറാമുട്ടി തന്നെയായിരുന്നു എന്ന് പറയാം. ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു, എനിക്ക് 3 കുട്ടികളുണ്ട്. അപ്പോൾ എൻ്റെ പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളിൽ വെച്ച് അത് നന്നായി അതിനുള്ള പ്രിപ്പറേഷൻ ഒന്നും നടത്തുവാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ ഉടമ്പടി ഇവിടെ പോകുന്നതിന് മുമ്പ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങിച്ച് അച്ഛൻ എനിക്ക് കാശുരൂപം തന്നായിരുന്നു വിട്ടിരുന്നത്. അപ്പം എക്സാമിൻ്റെ വേളയിൽ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചും വിശുദ്ധ തൈലവും ഉപ്പും ഉപയോഗിച്ചൊക്കെയാണ് ഞാൻ പോയത്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എല്ലാ സ്റ്റേഷനും ക്ലിയർ ചെയ്ത് അവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സായിട്ടുള്ള പിൻ നമ്പർ ലഭിക്കുവാനുള്ള കൃപ നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. 2ാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് അയർലൻഡിലെ ഡ്രൈവിംഗ് ലൈസൻസ്. അത് ഇച്ചിരി കടുപ്പമേറിയതാണ്. അവിടെയും മാതാവ് ഉന്നതമായ വിജയം നൽകി എന്നെ അനുഗ്രഹിച്ചു. അപ്പോഴെല്ലാം ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. എക്സാം അറ്റൻഡ് ചെയ്യുന്ന ലാപ്ടോപ്പിലൊക്കെ ഉപ്പ് വിതറി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, കുശലം വരച്ച് പ്രാർത്ഥിച്ചിരുന്നു. അവിടെയും മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പ്രൈവറ്റ് ഒരു ഓർഗനൈസേഷനിലായിരുന്നു. അപ്പോൾ ഫാമിലി ആയിട്ട് അവിടെ 3 കുട്ടികളുണ്ട്. അപ്പം നമുക്കവിടെ ജീവിച്ചു പോകാൻ ആ ഒരു സാലറി കൊണ്ട് നമുക്കത് സർവൈവ് ചെയ്യുവാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയുടെ നിയോഗത്തിലായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, ഒരു ഗവൺമെൻറ് ജോലി നൽകി എന്നെ അനുഗ്രഹിക്കണേന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ അവിടുത്തെ ആപ്ലിക്കേഷൻ ഇങ്ങനെ വേക്കൻസി ഉണ്ടെന്ന് കണ്ടു, അത് അപ്ലൈ ചെയ്തു. മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കറിയില്ല എങ്ങനെയാണ് അവിടുത്തെ HSC ഇൻ്റർവ്യൂ എങ്ങനെയാണ് നടക്കുക എന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിനക്കിഷ്ടമുണ്ടെങ്കിൽ, നിനക്കറിയാം എൻ്റെ അവസ്ഥകൾ, എൻ്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം, എൻ്റെ ഫാമിലിനെ കൊണ്ടുവരണം, മക്കളെ കൊണ്ടുവരണം. അപ്പോൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു സാലറിയും സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് സാധ്യമാകുകയുള്ളൂ. പരിശുദ്ധ അമ്മ തൻ്റെ അനുഗ്രഹത്തിൻ്റെ പൂമാരി ചൊരിഞ്ഞുകൊണ്ട് ആ ഇൻ്റർവ്യൂ എനിക്ക് പാസ്സാക്കി തന്നു. യാതൊരു പ്രിപ്പറേഷനും കൂടാതെയാണ് ഞാൻ അത് ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്തത്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴാണെങ്കിൽ ഞാൻ പള്ളിയിൽ പോയി കുർബാന കൂടി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ അന്ന് കുർബാന ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഒരു നിത്യാരാധന ചാപ്പലുണ്ട്. അവിടെ ആ ചാപ്പലിൽ അരമണിക്കൂർ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഉപ്പും വിശുദ്ധ തൈലവും എല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. ഇതിൽ മാതാവ് എനിക്ക് ഇൻ്റർവ്യൂവിൽ സെലക്ഷൻ നൽകി അനുഗ്രഹിച്ചു. അപ്പോൾ അതിനുള്ള പേപ്പർ വർക്കുകൾ, സമയത്തിൻ്റെ മേൽ അധികാരമുള്ള മാതാവ് സമയത്തിൻ്റെ പൂർണ്ണതയിൽ അതെനിക്ക് പൂർത്തീകരിച്ച് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പേപ്പർ വർക്കിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ഇവിടെ പോലീസ് ക്ലിയറൻസ് എന്ന് പറഞ്ഞ പോലെ ഒരു ഗാർഡ വെറ്റിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഏതെങ്കിലും ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി നമ്മൾ പാസ്പോർട്ടും ബാക്കിയുള്ള രേഖകളെല്ലാം അറ്റസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിനായിട്ട് പോയപ്പോഴത്തേക്കും ഞാൻ കണ്ട ഓഫീസർ പറഞ്ഞു, ഇത് ഇവിടെ അല്ല, ഓൺലൈനിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് കേട്ട് തിരിച്ചു വന്നു. അപ്പോൾ എനിക്കറിയാം അത് അവിടെയല്ല ചെയ്യേണ്ടത്, അത് അവർ തന്നെ എനിക്ക് അറ്റസ്റ്റ് ചെയ്ത് തിരിച്ചു തരണം. അപ്പോഴും ഞാൻ ഉടമ്പടി അമ്മയുടെ ആയുധങ്ങളായ എല്ലാ കൃപാസന പത്രം എൻ്റെ കയ്യിലുണ്ട്. വിശുദ്ധ തൈലം ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ചാണ് പോയത്. ഒപ്പം ഉപ്പും ഞാൻ കയ്യിലെടുത്തിരുന്ന സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ അത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴും ആരും ചവിട്ടാത്തടുത്ത് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ 2ാമത് തിരിച്ചു കയറി ചെന്നപ്പം ആ ഉദ്യോഗസ്ഥനെ അമ്മ അവിടുന്ന് മാറ്റി പകരം വേറൊരു ഉദ്യോഗസ്ഥനെ അമ്മ അവിടെ എനിക്കായിട്ട് തൻ്റെ ദൂതനെ അയക്കുന്നെന്ന് പറഞ്ഞതുപോലെ എനിക്ക് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓഫീസറോട് പറഞ്ഞു. അപ്പോൾ ആ ഓഫീസർ ചിരിച്ചുകൊണ്ട് എനിക്കത് അറ്റസ്റ്റ് ചെയ്ത് തന്നു. ഞാൻ വീണ്ടും തിരിച്ചിറങ്ങി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് പാസ്പോർട്ടിൻ്റെ കോപ്പിയിലും കൂടെ ആ സെയിം ഉദ്യോഗസ്ഥൻ തന്നെ അത് അറ്റസ്റ്റ് ചെയ്ത് തരണം എന്നുള്ളത്. അപ്പം 3ാമത് ഞാൻ വീണ്ടും തിരിച്ചു കയറി ഞാൻ ചെന്നു. അപ്പോഴും ആ ഉദ്യോഗസ്ഥൻ തന്നെ, സെയിം ഉദ്യോഗസ്ഥൻ തന്നെ അവിടെ ചിരിച്ചുകൊണ്ട് എന്താണ് കാര്യം വീണ്ടും ചോദിച്ചുകൊണ്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അത് അമ്മ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ തൻ്റെ ദൂതനെ അയച്ച് എനിക്ക് വേണ്ടി ക്രമപ്പെടുത്തി തന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയ്ക്ക് കൊടാനുകൂടി നന്ദി പറയുന്നു. ഇനിയുള്ള ബാക്കിയുള്ള പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാം തടസ്സങ്ങളൊന്നും കൂടാണ്ട് അത് അമ്മ ക്രമപ്പെടുത്തി തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
പിന്നീടുള്ള ഒരു സാക്ഷ്യം പറയാനുള്ള പെട്ടെന്നൊരു ദിവസം എനിക്ക് അതിശക്തമായൊരു വയറുവേദനയുണ്ടായി. അപ്പോൾ ഞാൻ ഒരു ദൈവമേ എന്താണ് അങ്ങനെ മാറാത്ത, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് മാറുന്നില്ല. അപ്പോൾ ഞാൻ വിശുദ്ധ തൈലവും ഇതെല്ലാം പുരട്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നമുക്ക് ഇവിടെ നാട്ടിലെ പോലെയല്ല ഒരു ഡോക്ടറെ കാണാനോ അല്ലെങ്കിൽ എനിക്ക് GP ഒന്നും ഇല്ല, ഞാൻ ചെന്നിട്ട് അധികം നാളായിട്ടില്ല ഡോക്ടറെ കാണണമെങ്കിൽ. അപ്പോൾ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി വിശുദ്ധ തൈലവും ഉപ്പും വെള്ളത്തിൽ കലക്കി അങ്ങനെ കുടിച്ചു. അപ്പോൾ സാക്ഷ്യങ്ങളിൽ കേട്ടിട്ടുണ്ട് സ്വിച്ചിട്ടെന്ന പറഞ്ഞ പോലെ അതിന് മുമ്പുള്ള സാക്ഷ്യങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ വേദനയ്ക്ക് സൗഖ്യം ലഭിച്ചു എന്നുള്ളത്. അപ്പോൾ ഞാൻ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിക്കാറുണ്ട് എങ്കിലും ആ ഒരു മൊമെൻറ്റിൽ അപ്രത്യക്ഷമായി അത് സ്വിച്ചിട്ട് ഓണാക്കി ഓഫാക്കുന്ന പോലെ ആ വേദന പിന്നീട് ഇന്നുവരെ എനിക്ക് അങ്ങനെ ഒരു വേദന ഉണ്ടായിട്ടുമില്ല. എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. ചെറുതും വലുതുമായ മറ്റനേകം അനവധി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന മേഖലകളിലും എൻ്റെ ബാക്കി അവരൊക്കെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്കതെല്ലാം പറയുവാനും സാധിക്കുകയില്ല. കാരുണ്യപ്രവർത്തികളായിട്ട് എന്നെക്കൊണ്ടാവുന്ന വിധത്തിലുള്ള എല്ലാ പ്രവൃത്തികളും ഞാൻ ചെയ്യാറുണ്ട്. അവിടെ നമുക്ക് രോഗികളെ പോയി അങ്ങനെ നാട്ടിലേതുപോലെ ചെയ്യാൻ പറ്റില്ല എങ്കിലും കഴിയുന്ന വിധത്തിലെല്ലാം അവിടെ ചെയ്യാറുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നപ്പോഴൊക്കെ പൊതിച്ചോറുണ്ടാക്കി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കാറുണ്ട്. അതുപോലെ ഓൾഡ് ഏജ് ഹോം സന്ദർശിക്കുകയും അവർക്കുള്ള ഫുഡ് കൊടുക്കാറൊക്കെ ചെയ്യാറുണ്ട്. അച്ഛൻ ചോദിക്കാറുണ്ട് വിശേഷവിധിയായി നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന്. അപ്പോൾ രണ്ടാമത് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഈശോയുടെ അല്ലെങ്കിൽ മാതാവിൻ്റെ ഇഷ്ടത്തെ പ്രതി വിശേഷവിധിയായിട്ട് ഞാൻ എൻ്റെ മുടി ക്യാൻസർ രോഗികൾക്ക് വേണ്ടി തൃശ്ശൂരും അമല മെഡിക്കൽ കോളേജിലേക്ക് ഡൊണേറ്റ് ചെയ്തു. പിന്നീട് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങളൊക്കെ എല്ലാ ആഴ്ചകളിൽ തന്നെ കാണാനും സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ ഡെയിലി ബ്ലെസ്സിങ് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഒരു മുടക്കവും കൂടാണ്ട് ഇതിൽ യാത്രകളാണെങ്കിൽ പോലും കൂടെ പിന്നീടാണെങ്കിലും അത് കാണാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ അവിടെ ആയിരിക്കുന്ന സമയങ്ങളിൽ നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പം ഡെയിലി ബ്ലെസ്സിങ് ആണെങ്കിൽ അന്നത്തെ പ്രാർത്ഥന ഞാൻ അവിടുത്തെ 1 മണിക്കാണ് ആ പ്രാർത്ഥന, ഇവിടുത്തെ 5:30 അവിടുത്തെ 1 മണിയാണ്. ആ സമയത്ത് തന്നെ നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോൾ ഞാൻ അങ്ങനെ തന്നെ കൃത്യമായി കാണാറുണ്ട്. അതുപോലെ സാക്ഷ്യങ്ങളൊക്കെ അതായത് കാറ്റഗറി അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളനുസരിച്ച് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ അച്ഛൻ പറയാറുണ്ട് ആലപ്പുഴയിലായിരുന്നാലും അയർലൻഡിലായിരുന്നാലും നമ്മൾ ഉടമ്പടി ജീവിക്കുക എന്നുള്ളതാണ്. ഇവിടെ വന്നില്ലെങ്കിൽ പ്രാർത്ഥിച്ച് ഇവിടെ വന്നതുകൊണ്ട് മാത്രമായില്ല, നമ്മൾ എവിടെയായിരുന്നാലും ഉടമ്പടി ജീവിക്കുന്നതിലാണ്. അവൻ ചെയ്യുന്നത് പോലെ ചെയ്യുക എന്നാണ് നമ്മുടെ ഉടമ്പടിയിലൂടെ നമ്മൾ ചെയ്യുക. അപ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ മാക്സിമം വിശ്വസ്തയോടെ തന്നെ ജീവിതാവസാനം വരെ ഉടമ്പടി നിയമങ്ങളെല്ലാം പാലിച്ച് വിശ്വസ്തയോടെ ജീവിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പരിശുദ്ധ മാതാവിനോട് അപേക്ഷിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ ആപ്റ്റിറ്റ്യൂഡിൻ്റെ റിസൾട്ടിൻ്റെ അന്ന് എക്സാമിന് വന്നപ്പോഴാണെങ്കിലും അച്ഛന് അന്നത്തെ ഉടമ്പടി എല്ലാ കാര്യങ്ങളും എനിക്ക് സംഭവിക്കുക എല്ലാ ചൊവ്വാഴ്ചകളിലാണ് കൂടുതലായിട്ടും ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരുന്നതും ഓരോ കാര്യങ്ങളും അങ്ങനെയായിരുന്നു. അപ്പോൾ എക്സാമിന് വേണ്ടി അന്ന് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഇതുപോലെ ഉടമ്പടി ആരാധന അന്ന് ചൊവ്വാഴ്ച ദിവസമാണ്. അന്ന് ഓൾറെഡി മെയിൽ വന്നത് ഞാൻ കണ്ടു, പക്ഷേ ഞാൻ ഓപ്പൺ ആക്കിയില്ല. അപ്പം ഉടമ്പടി ധ്യാനം കൂടി കഴിയുന്നതിന് ശേഷം മാത്രമേ ഓപ്പൺ ആക്കുകയുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ അന്നത്തെ ആരാധനയിൽ അച്ഛൻ പറഞ്ഞിരുന്നു ഞാൻ ചിലരെ കണ്ട് ആൾത്താരിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അവരുടെ ഉടമ്പടി ഓക്കെ ആണെങ്കിൽ അവരെ മാതാവ് കാത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ചിലരോടൊന്നും പറയാറില്ലെന്ന്. അപ്പോൾ അതിന് മുമ്പ് 2 പ്രാവശ്യം ഞാൻ OET പരീക്ഷ എഴുതാൻ വേണ്ടി വന്നപ്പോഴും അച്ഛനെ കാണാൻ പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യം ലഭിച്ചായിരുന്നു. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടി എക്സാമിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും അന്നേരം അച്ഛനെ കാണാൻ വേണ്ടിയുള്ള കൃപ ലഭിച്ചു. അന്നേരം ഒന്നും അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു, മാതാവേ എന്നോട് മാത്രം അച്ഛൻ എന്താ പറയാത്തത്, എൻ്റെ ഞാൻ ഉടമ്പടി പാലിക്കുന്നത് തെറ്റായതുകൊണ്ടാണോ അല്ലെങ്കിൽ എനിക്ക് എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ എന്നുള്ളത്. അപ്പോൾ അന്നത്തെ ആരാധനയിൽ അങ്ങനെ കൂടി കഴിഞ്ഞ് അപ്പോഴത്തേനും എനിക്ക് ബോധ്യമായി ഞാൻ എന്തായാലും പരീക്ഷ പാസ്സായി എന്നുള്ളത്. അപ്പോൾ പിന്നീട് ഉടമ്പടി ആരാധന ധ്യാനം കൂടി അന്ന് പിന്നെ റിസൾട്ട് ഓപ്പൺ ആക്കി നോക്കിയപ്പം ദൈവത്തിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ എക്സാം പൂർണ്ണമായിട്ട് വിജയിക്കാൻ മാതാവിനെ അനുഗ്രഹിച്ചു. എല്ലാ കൃപകൾക്കും നന്ദികൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു. അതുപോലെ ബാക്കി ഉടമ്പടി നിബന്ധനകളെല്ലാം എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ മാക്സിമം ചെയ്യാറുണ്ട്. അതുപോലെ അതിനുമുള്ള വിശുദ്ധ ബലി ഞാൻ പ്രാർത്ഥിച്ചാറുണ്ടായിരുന്നു, മാതാവേ ഞാൻ എവിടെ പോയാലും എനിക്ക് നടന്നു പോകാനുള്ള ദൂരത്തിൽ പള്ളി തന്നെ എന്നെ അനുഗ്രഹിക്കണമെന്ന്. അപ്പോൾ ഞാനൊരു കമ്മ്യൂണിറ്റി നേഴ്സായിട്ട് ജോലി ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ലൊക്കേഷൻസ് ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എവിടെയൊക്കെ ഇതുവരെ പോയിട്ടുണ്ടോ അവിടെയെല്ലാം എനിക്ക് നടന്നു പോകാനുള്ള ദൂരത്തിൽ പരിശുദ്ധ അമ്മ എനിക്കൊരു പള്ളി ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ദിവസങ്ങളിൽ കുർബാനയ്ക്ക് പോകാനുള്ള ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ എൻ്റെ നാട്ടിലായിരിക്കുമ്പോൾ എനിക്കത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ 5 കിലോമീറ്റർ ദൂരമുണ്ട്, പിന്നെ കുട്ടികളും അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ഡെയിലി പള്ളിയിൽ പോകാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക്
വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള അനുദിനം പങ്കെടുക്കാനുള്ള വലിയൊരു കൃപ നൽകി. ഇവൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാണെങ്കിൽ ഞാൻ 10 മണിക്കത്തെ കുർബാന പോകും. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പറയാറുണ്ട് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന്. പക്ഷേ മാതാവിനെ അവിടുത്തെ രുചിച്ചറിഞ്ഞവർക്ക് അത് എത്രത്തോളം അമൂല്യമാണ് എന്നുള്ളത് അറിയാം. അപ്പോൾ അങ്ങനെ ദിവ്യബലിയിൽ പങ്കെടുക്കുവാനുള്ള കൃപയും അനുഗ്രഹവും നൽകി മാതാവിനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ ഒത്തിരി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനുള്ള, നേരത്തെ ആയിരുന്നെങ്കിലും ഞാനൊരു മരിയൻ ഭക്തിയായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു നീ മാതാവിൻ്റെ ആളാണ്. അപ്പോൾ അതുപോലെ അവിടുത്തെ അരിഷുകാർക്കൊക്കെ ആണെങ്കിലും ഞാൻ പേപ്പറുകൾ കൊടുക്കും. അതുപോലെ ബാക്കി അപ്പോൾ അവർക്കൊക്കെയും വലിയ കാര്യമാണ് മദർ മേരി എന്ന് പറയുമ്പം. അവർ കുറേ പേരൊക്കെ ഒത്തിരി സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഒക്കെ അവരത് സ്വീകരിക്കാറുണ്ട്. ചുരുക്കം ചിലരൊക്കെ ഇതാക്കാറുണ്ട്. അതുപോലെ ആരെങ്കിലുമൊക്കെ വെക്കേഷൻ വന്നിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ ചോദിക്കുന്നത് കൃപാസന പത്രം എനിക്ക് കൊണ്ടുതരാമോ എന്നുള്ളതാണ്. അപ്പോൾ എപ്പോൾ ഉടുമ്പടി വന്ന് പുതുക്കുമ്പോഴും ഞാൻ അഡീഷണലായിട്ട് 3 കെട്ടും 4 കെട്ടൊക്കെ ഞാൻ പേപ്പർ കൃപാസന പത്രം കൊണ്ട് വിതരണം ചെയ്യാറുണ്ട്. അതുപോലെ വേറെ നാഷണാലിറ്റിക്കാർക്കല്ലേ ഫിലിപ്പീൻസുകാർക്കും ഒക്കെ കൊടുക്കാനും പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇനിയും അൾത്താരയിൽ സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് എലിസബത്ത് ആണ്. ഞാൻ മുംബൈയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കൃപാസനത്തിനെ പറ്റി അറിയുന്നതും ഒക്കെ എൻ്റെ പേരൻസിൻ്റെ ത്രൂ ആണ്. അവരായിരുന്നു ആദ്യമേ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അവരെ കണ്ടാണ് ഞാനും എൻ്റെ സിസ്റ്ററും രാവിലെ 5:30 എണ്ണിച്ച് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയതും. ഞാൻ ഉടമ്പടി എടുത്തത് ജൂലൈ മാസത്തിലാണ്, 2024. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത്, കാരണം ബോംബെയിൽ നിന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. ഉടമ്പടിയിൽ ഞാൻ വെച്ച 6 നിയോഗങ്ങളും എനിക്ക് ഒന്നൊന്നായിട്ട് മാതാവ് പൂർത്തിയാക്കി തന്നു. ഞാൻ ആദ്യം വെച്ച എൻ്റെ നിയോഗമായിരുന്നു ഞങ്ങൾക്കൊരു ഭവനം, ഒരു വീട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഉടമ്പടിയിൽ അത് വെച്ച് പ്രാർത്ഥിച്ചു. ഈ വർഷം മാർച്ച് 2025 ആയപ്പോഴത്തേക്കിന് എനിക്ക് ഒരു വീട് മേടിക്കാൻ പറ്റി. അതിലെൻ്റെ മമ്മിയും പപ്പയും എൻ്റെ സിസ്റ്ററും എല്ലാം സന്തോഷത്തോടെ താമസിക്കുന്നതും കാണാൻ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ സെക്കൻഡായിട്ട് വെച്ചത് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ഫൈനാൻഷ്യലി പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചു എനിക്ക് മാതാവ് നല്ലൊരു ജോലി തരണം. ജോലി തന്ന് എന്നാൽ എനിക്ക് മമ്മീനെയും പപ്പാനെയും ഒക്കെ എപ്പോഴും ഹാപ്പി ആയിട്ട് വെക്കാൻ പറ്റുക. അതുകൊണ്ട് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. എൻ്റെ ഉടമ്പടി തീരുന്ന സെപ്റ്റംബർ എൻഡിലായിരുന്നു. സെപ്റ്റംബർ എൻഡ് ഒരു 28 ആയപ്പോഴത്തേക്കിനെ എനിക്ക് വിസയും ടിക്കറ്റും വന്നു. ഇൻ്റർവ്യൂസ് എല്ലാം ക്ലിയർ ചെയ്തു. ഞാൻ ഒക്ടോബറിൽ ദുബൈയിലോട്ട് പോയി. ഒക്ടോബർ 2 തന്നെ ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനി ജോയിൻ ചെയ്തു. നല്ലൊരു കമ്പനിയിൽ നല്ലൊരു ജോലിയും നല്ലൊരു സ്ഥലത്തോട്ടാണ് മാതാവ് എന്നെ അയച്ചത്. ഞാൻ അവിടെ ഒറ്റയ്ക്ക് പോയപ്പോൾ ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ഒത്തിരി പേടികളുണ്ടായിരുന്നു. ഞാൻ അവിടെ ഒരു ബെഡ് സ്പേസിലാണ് താമസിക്കുന്നത്. അവിടെ ഞാൻ കയറി ചെന്നതും എനിക്ക് കിട്ടിയ കബോർഡ്, ഞാനത് തുറന്നു നോക്കിയപ്പോഴും അവിടെ ഫസ്റ്റ് കണ്ടത് കൃപാസന മാതാവിൻ്റെ ഫോട്ടോ ആയിരുന്നു. മാതാവ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒരു റൂമിലോട്ടാണ് ഞാൻ കടന്നു ചെന്നത്. ആ റൂമിൽ ഞങ്ങൾ 3 പേരായിരുന്നു. 3 പേരും കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾ രാവിലെയൊക്കെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും. വൈകുന്നേരത്തും ഓഫീസിൽ നിന്ന് വന്നിട്ട് ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ റൂമിലെ ചേച്ചിമാരും ഇവിടെ വന്ന് സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും റൂമിലിരിക്കുമ്പോഴും ബൈബിളിൻ്റെ വാക്യങ്ങൾ പറഞ്ഞും മാതാവിൻ്റെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടൊക്കെ ആ ഫുൾ ടൈം ഞങ്ങൾ അവിടെ ഇരിക്കുന്നത്. അപ്പം മാതാവ് എനിക്ക് അങ്ങനെ ഒത്തിരി അനുഗ്രഹിച്ചു. എപ്പോഴും മാതാവിൻ്റെ സന്നിധിയിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുഗ്രഹം എനിക്ക് തന്നു. പിന്നെ ഞാൻ എപ്പോഴും പിന്നെ വെച്ച നിയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിക്കും എൻ്റെ സിസ്റ്ററിനും അവളുടെ എഡ്യൂക്കേഷനും പിന്നെ വീട്ടിൽ രോഗമൊന്നും വരാതെ എപ്പോഴും ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റണ പീസ് വേണമെന്നൊക്കെ പറ്റി പ്രാർത്ഥിച്ചു. മാതാവ് അതെല്ലാം എനിക്ക് തന്നു. അത് കാരണം പിന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എന്ത് സങ്കടം വന്ന് ഞാൻ പ്രാർത്ഥിച്ചാലും ഞാൻ ബൈബിൾ എടുക്കുമ്പോൾ എനിക്ക് എപ്പോഴും മാതാവും ഈശോപ്പച്ചനും ഓരോരോ മെസ്സേജസ് എനിക്ക് തരും.
അതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ ഒത്തിരി വിഷമത്തോടെ ഇന്ന് പ്രാർത്ഥിച്ചപ്പം ഇശയ്യാ ചാപ്റ്റർ 59 എനിക്ക് വാക്യം കിട്ടി. അതിൽ ഈശോ പറഞ്ഞു, "Behold, my hands are not shorter that I can't help you, no, my ears are shortened that I can't hear you." That means, yes, Jesus is there. He is listening to me. He is always there for help me. He is the first and only help that I can ask. അത് പറഞ്ഞുകൊണ്ടായിരുന്നു എനിക്ക് ആ ബൈബിൾ വാക്യം തന്ന. ആ വിശ്വാസത്തോടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കൃപാസന മാതാവിനോടും യേശോപ്പച്ചനോടും കോടാനുകോടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ അവിടെ ദുബൈ പോയിട്ട് എനിക്ക് അങ്ങനെ ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും എൻ്റെ മമ്മിയും പപ്പയും ഇവിടെ എനിക്ക് വേണ്ടി എന്നോടും പറഞ്ഞ് ഇവിടെ ബോംബെയിൽ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി പാവങ്ങൾക്കൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ പ്രാർത്ഥിക്കാൻ പറയുന്ന അവിടെ ആവുമ്പോഴും എന്നോട് ആരെങ്കിലും വിഷമങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതൊക്കെയായിരുന്നു ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ. പിന്നെ ന്യൂസ് പേപ്പർ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും. പിന്നെ അവരോടും മാതാവിനോട് പ്രാർത്ഥിക്കാനും മാതാവിൻ്റെ അടുത്ത് കൂടുതൽ എത്താൻ വേണ്ടി ഞാൻ അവരോട് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. പിന്നെ എന്നെ കാണുന്നവരോടും എന്നോട് മിണ്ടുന്നവരോടും അവരോട് എപ്പോഴും ഞാൻ പറയുന്നത്, എൻ്റെ ലൈഫിൽ എപ്പോഴും മിറാക്കിൾസ് നടക്കുന്നത് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസം വെച്ച് പ്രാർത്ഥിക്കണം. നടക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കും എന്ന് ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും. ഇതെല്ലാം തന്ന മാതാവിനും ഈശോയ്ക്കും നന്ദി.